ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം, SS മീഡിയയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞാൻ ഷൈൻസി. ദിവസേന 10 ചോദ്യങ്ങളെങ്കിലും പഠിക്കാം എന്ന ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. 1 മുതൽ 10 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ളതിനാൽ ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: ഇന്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് മെയ് 22 ഇന്നാണ് ഇന്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആചരിക്കുന്നത്. അപ്പോൾ ഇത് ആചരിക്കുന്നത് UN ആണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇത് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ ഒരു അവയർനെസ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ രാജ്യത്തിലെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ ഒരു അവയർനെസ് മറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഡേ ആചരിക്കുന്നത്. UN ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അതുപോലെ ഇപ്രാവശ്യത്തെ തീം 2020 തീം എന്ന് പറയുന്നത് അവർ സൊല്യൂഷൻസ് ആർ ഇൻ നേച്ചർ എന്നാണ്. അവർ സൊല്യൂഷൻസ് ആർ ഇൻ നേച്ചർ എന്നുള്ളതാണ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഇതിനോട് ഓർക്കുക, UN ആണ് ഇതിനെ ഓർഗനൈസ് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ UN ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂയോർക്ക് ആണ്. US ന്യൂയോർക്ക് സിറ്റിയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. അതുപോലെ അവിടെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് അന്റോണിയോ ഗുട്ടറസ് ആണ്. അപ്പോൾ അന്റോണിയോ ഗുട്ടറസ് ആണ് സെക്രട്ടറി ജനറൽ. ന്യൂയോർക്ക് ആണ് ഹെഡ്ക്വാർട്ടേഴ്സ് UN. ചോദ്യം ഇതായിരുന്നു: ഇന്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നാണ് മെയ് 22. ഇനി അടുത്ത ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: വേൾഡ് ബാങ്കിന്റെ പുതിയ ചീഫ് എക്കണോമിസ്റ്റ് ആരാണ്? അപ്പോൾ വേൾഡ് ബാങ്കിന്റെ പുതിയ ചീഫ് എക്കണോമിസ്റ്റ് ആരാണെന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഉത്തരം കാർമൻ റെയിൻഹാർട്ട്. അപ്പോൾ പ്രശസ്ത അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയ കാർമൻ റെയിൻഹാർട്ട് ആണ് ഇപ്പോൾ വേൾഡ് ബാങ്കിന്റെ പുതിയ ചീഫ് എക്കണോമിസ്റ്റ് ആയിട്ട് നിയമിതയായിരിക്കുന്നത്. അപ്പോൾ വേൾഡ് ബാങ്കിനെ പറ്റി പറയുമ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വാഷിംഗ്ടൺ DC ആണ്. വാഷിംഗ്ടൺ DC ആണ് ഹെഡ്ക്വാർട്ടേഴ്സ്. അതുപോലെ ഡേവിഡ് മൽപാസ് ആണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡേവിഡ് മൽപാസ് ആണ്. അപ്പോൾ ഇനി മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ദീദി വെഹിക്കിൾ സർവീസ് സംവിധാനം നിലവിൽ കൊണ്ടുവന്ന ആരംഭിച്ചിരിക്കുന്ന സംസ്ഥാനം ഏത്? ചോദ്യം ഇതാണ് മൂന്നാമത്തെ. ദീദി വെഹിക്കിൾ സർവീസ് ആരംഭിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് മധ്യപ്രദേശ് ആണ്. അപ്പോൾ മധ്യപ്രദേശിലാണ് ദീദി വെഹിക്കിൾ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. ഇത് ആരംഭിച്ചിരിക്കുന്നത് വുമൺ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ആണ്. ഇത് ആരംഭിച്ചിരിക്കുന്നത് വുമൺ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ആണ് ഈ പ്രോജക്ട് ആരംഭിച്ചിരിക്കുന്നത്. ഈ പ്രോജക്ട് കൊണ്ട് ഗർഭിണികളായ യുവതികൾക്ക് അവരുടെ വാഹന സൗകര്യവും മറ്റും അറേഞ്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ദീദി വെഹിക്കിൾ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം: ദീദി വെഹിക്കിൾ സർവീസ് സംവിധാനം ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. മധ്യപ്രദേശിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഭോപ്പാൽ ആണ്. അതുപോലെ അവരുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ശിവരാജ് സിംഗ് ചൗഹാൻ ആണ്. അതുപോലെ ഗവർണർ എന്ന് പറയുന്നത് ലാൽജി ടണ്ടൻ ആണ്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു: ദീദി വെഹിക്കിൾ സർവീസ് സംവിധാനം ആരംഭിച്ച സംസ്ഥാനം ഏത് എന്നുള്ളതാണ്. മധ്യപ്രദേശ്. ഇനി അടുത്ത ചോദ്യം. നാലാമത്തെ ചോദ്യം ഇതാണ്: 2020 മെയ്യിൽ കേരള ഹൈക്കോടതിയുടെ ജഡ്ജിയായി നിയമിച്ചിരിക്കുന്നത് ആരെയാണ്? അപ്പോൾ കേരള ഹൈക്കോടതിയുടെ ജഡ്ജിയായിട്ട് നിയമനം കിട്ടിയിരിക്കുന്നത് 2020 മെയ്യിൽ ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യം. K ഹരിപാൽ ആണ്. അപ്പോൾ K ഹരിപാലിനെയാണ് നിലവിൽ കേരള ഹൈക്കോടതി രജിസ്ട്രാർ ആയിരുന്ന K ഹരിപാലിനെയാണ് ജഡ്ജിയായിട്ട് നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ K ഹരിപാൽ എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിക്കാരനാണ്. ചങ്ങനാശ്ശേരിക്കാരനായ K ഹരിപാലിനെയാണ് കേരള ഹൈക്കോടതിയുടെ ജഡ്ജിയായിട്ട്, നിലവിലെ രജിസ്ട്രാർ ആയിരുന്നു അദ്ദേഹത്തെ ജഡ്ജിയായിട്ട് നിയമിച്ചിരിക്കുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം: സുക്കൂൺ COVID-19 ബീറ്റ് ദ സ്ട്രെസ് എന്ന സംരംഭം ആരംഭിച്ച കേന്ദ്രഭരണ പ്രദേശം ഏത്? അപ്പോൾ ചോദ്യം ഇതാണ്: സുക്കൂൺ COVID-19 ബീറ്റ് ദ സ്ട്രെസ് എന്ന സംരംഭം ആരംഭിച്ച കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീർ ആണ്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഈ ബീറ്റ് ദ സ്ട്രെസ് എന്നുള്ള ഈ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. അപ്പം ജമ്മു ആൻഡ് കാശ്മീരിന്റെ ക്യാപിറ്റൽ നമുക്കറിയാം. സമ്മറിൽ ശ്രീനഗറും വിന്ററിൽ ജമ്മു ആണ്. അപ്പോൾ സമ്മറിൽ ശ്രീനഗറും അതുപോലെ വിന്ററിൽ ജമ്മു ആണ് അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം. ആറാമത്തെ ചോദ്യം ഇതാണ്: കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 5 തരം ചീരകളുടെ കൃഷി ലക്ഷ്യമാക്കി ഇലശ്രീ പദ്ധതി ആരംഭിച്ച ജില്ല. അപ്പോൾ ചോദ്യം ഇതാണ്: കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 5 തരം ചീരകളുടെ കൃഷി ലക്ഷ്യമാക്കി ഇലശ്രീ പദ്ധതി ആരംഭിച്ച ജില്ല. തൃശൂർ ജില്ലയാണ് ഉത്തരം. അപ്പോൾ തൃശൂർ ജില്ലയിലാണ് ഈ ഇലശ്രീ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇലശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ? കുടുംബശ്രീയാണ് ആരംഭിച്ചിരിക്കുന്നത്. ചീരകളുടെ കൃഷിയാണ്. 5 തരം ചീരകളുടെ കൃഷിയാണ്. അപ്പോൾ 5 തരം ചീരകളുടെ കൃഷി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇവർ ഇലശ്രീ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം: സ്പാനിഷ് ലീഗിന്റെ ഏത് കായിക താരമാണ് 2020 മെയ്യിൽ ഇപ്പോൾ വിരമിച്ചിരിക്കുന്നത്? അപ്പോൾ 2020 മെയ്യിൽ സ്പാനിഷ് ലീഗിന്റെ ഏത് കായിക താരമാണ് വിരമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉത്തരം ആർട്ടിസ്
അസുരിസ് ആണ്. അപ്പോൾ ആർട്ടിസ് അസുരിസ് ആണ് 39 വയസ്സുള്ള കായിക താരമാണ് ഇപ്പോൾ വിരമിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കളിയിൽ നിന്ന് അദ്ദേഹം വിരമിച്ചിരിക്കുന്നത്. 443 ലീഗ് മത്സരങ്ങളും ലാ ലീഗ് മത്സരങ്ങളും അതുപോലെ 188 ഗോളുകളും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. അപ്പോൾ 441 ലീഗ് മത്സരങ്ങളാണ് ഇദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതുപോലെ സ്പെയിനു വേണ്ടി ഗോൾ നേടുന്ന പ്രായം കുറഞ്ഞ താരം ഈ ആർട്ടിസ് അസുരിസ് ആയിരുന്നു. അപ്പോൾ സ്പെയിനു വേണ്ടി ഗോൾ നേടുന്ന പ്രായം കുറഞ്ഞ താരവും ആർട്ടിസ് അസുരിസ് ആയിരുന്നു. ഇപ്പോൾ അത്ലറ്റിക് ബിൽബാവോയുടെ വെറ്ററൻ സ്ട്രൈക്കറാണ് ഇദ്ദേഹം. അത്ലറ്റിക് ബിൽബാവോയുടെ വെറ്ററൻ സ്ട്രൈക്കറാണ് ഈ ആർട്ടിസ് അസുരിസ് എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ഇപ്പോൾ ഈ 2020 മെയ്യിൽ കളിയിൽ നിന്ന് വിരമിച്ചിരിക്കുന്നത് ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മൂലം. ഇനി അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം ഇതാണ്. കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ ഭാരതത്തിനോടുള്ള ബഹുമാനാർത്ഥം ജയ്തു ഭാരതം എന്ന ഗാനം ആലപിച്ചത് ആര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ചോദ്യം ഇതാണ്, കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ ഭാരതം എന്ന അതിനോടുള്ള ബഹുമാനാർത്ഥം, കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ ഭാരതത്തിനോടുള്ള ബഹുമാനാർത്ഥം ജയ്തു ഭാരതം എന്ന ഗാനം ആലപിച്ചത് ആര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉത്തരം ലതാ മങ്കേഷ്കർ ആണ്. അപ്പോൾ ലതാ മങ്കേഷ്കർ ആണ് ജയ്തു ഭാരതം എന്ന ഗാനം ആലപിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, ഡെങ്കിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബ്രേക്ക് ദ സൈക്കിൾ ക്യാമ്പയിൻ ആരംഭിച്ച ജില്ല. അപ്പോൾ ഡെങ്കിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബ്രേക്ക് ദ സൈക്കിൾ ക്യാമ്പയിൻ ആരംഭിച്ച ജില്ല ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കൊല്ലം ജില്ലയാണ് ഉത്തരം. അപ്പോൾ കൊല്ലം ജില്ലയാണ് ഈ ബ്രേക്ക് ദ സൈക്കിൾ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി, ഡെങ്കിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ബ്രേക്ക് ദ സൈക്കിൾ ക്യാമ്പയിൻ എന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്ന ജില്ല എന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ്. ഇനി അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം ഇതാണ്. ആൻഡമാനിലെ അപൂർവമായ ഈന്തപ്പന പിനങ്ക ആൻഡമാനൻസിസ് അതിന്റെ വംശനാശം തടയുന്നതിനായി നട്ടുപിടിപ്പിച്ചത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിനാണ്? അപ്പോൾ ആൻഡമാനിലെ അപൂർവമായിട്ടുള്ള ഒരു ഈന്തപ്പനയാണ് പിനങ്ക ആൻഡമാനൻസിസ്. അതിന്റെ പേരാണ് പിനങ്ക ആൻഡമാനൻസിസ്. ഇതിന്റെ വംശനാശം തടയുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണ് നട്ടുപിടിപ്പിച്ചത്? കേരളത്തിലാണ് ഇത് നട്ടുപിടിപ്പിച്ചത്. കേരളത്തിൽ എവിടെയാണെന്നുള്ളത് വെച്ചാൽ JNTBGRI ഇവിടെയാണ് ഇത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. JNTBGRI ഇവിടെയാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, US പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി ചുമതലയേറ്റത് ആര്? അപ്പോൾ ഈ ചോദ്യം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു. US പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി ചുമതലയേറ്റ ഇന്ത്യക്കാരൻ ആര് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തൊട്ടു താഴെ കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.